Hi guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ കുറേ കാലമായി. അപ്പം കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ തിരക്കും കാര്യങ്ങളും അങ്ങനെ ഓരോരോ പരിപാടിയിലായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ വീഡിയോ പറയുന്നതിന് മുമ്പ് എനിക്ക് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇത്രയും കുറേ കാലം വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലും എൻ്റെ വാച്ച് അവറും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒട്ടും കുറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങളുടെ സപ്പോർട്ട്. എൻ്റെ പഴയ വീഡിയോസ് കണ്ടവരുണ്ടാവും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആളുകളോട് പറഞ്ഞ ആളുകളുണ്ടാവും. അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഏകദേശം വീഡിയോ നല്ല രീതിയിൽ ഇടാൻ തുടങ്ങിയിട്ട് 1 ഇയർ ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒക്ടോബർ ആ ഒരു മാസമാണെന്ന് തോന്നുന്നു. ഞാൻ അത്യാവശ്യം ഒന്ന് വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് സെറ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചത് ആ ഒരു ഒക്ടോബറിലാണ്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഏകദേശം മോണിറ്റൈസേഷൻ ആവാനുള്ള ആ ഒരു ക്രൈറ്റീരിയയുടെ അടുത്തേക്ക് നമ്മൾ മെല്ലെ ചാനൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബിസി ആയിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. അപ്പം നമ്മൾ ഇനി തൊട്ട് നമ്മൾ ഡെയിലി പറ്റുമോ നോക്കട്ടെ. ഇപ്പം ക്ലാസ്സും കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ്ങോ അല്ലെങ്കിൽ റിവ്യൂ എന്ത് വേണമെങ്കിലും ആക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനെടുത്ത അൺബോക്സിങ് വീഡിയോസൊക്കെ ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അധികം അൺബോക്സ് ചെയ്യാറ്. അപ്പം അത് വാങ്ങിക്കുമ്പോൾ തന്നെ എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബോക്സ് ചെയ്യാൻ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അത് തുറന്നു നോക്കിയാണ് അങ്ങനെയാണ് സാധനങ്ങൾ, അതാണ് നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റൗണ്ട് ആയിട്ടുള്ള റിംഗ് ലൈറ്റ് ആണ്. ഇതാണ് സംഭവം. നമ്മൾ ആ റിംഗ് ലൈറ്റ് നമുക്കിപ്പോൾ ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റീൽസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് റീൽസിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമുക്ക് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെ, ഇത് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ആ ഫോൺ വെച്ചെടുത്തതും എൻ്റെ ഞാൻ നിൽക്കുന്ന സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക്. അപ്പം യൂട്യൂബ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റിംഗ് ലൈറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്തോളൂ എന്നുള്ള ഒരു അഭിപ്രായമില്ല. റീൽസിന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും അടുത്തതാണ്. നമുക്ക് റീൽസ് ഓളികളൊക്കെ ചെയ്യുന്നതാണ്, ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ സംഭവത്തിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് നല്ല പെർഫെക്ഷനിൽ കിട്ടും. കാരണം ഇത് LED ചെറിയൊരു ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓവറായിട്ടുള്ള ലൈറ്റ് കിട്ടില്ല, നമുക്ക് ഫേസിലേക്കുള്ള കറക്റ്റ് ലൈറ്റ് കിട്ടൂല. അപ്പോൾ ഇത് ഇത്ര ദൂരെ ഇവിടെയാണ് എൻ്റെ ഫോണുള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് അത്ര രീതിയിൽ തന്നെ കിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് വാങ്ങുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് എടുക്കാതെ ഇരിക്കുക എന്ന് വേണമെങ്കിൽ ഞാൻ പറയൂ. കാരണം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്, അല്ലെങ്കിൽ നല്ല അടിപൊളിയാണ്. നമ്മളെ കണ്ണിലൊക്കെ തന്നെ വട്ടമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് സംഭവം. അപ്പം നമുക്കിതിനി എങ്ങനെയാണ്, നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് തൊട്ട് നമുക്കിതൊന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് അജയ് സിദ്ധ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താവും നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ റിംഗ് ലൈറ്റിൻ്റെ ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഈ ഒരു സാധനം വാങ്ങി ഞാൻ നാട്ടിലുള്ള ഷോപ്പിലാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊന്നും അല്ല, നമുക്ക് ഇവിടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം. ഏകദേശം 420 രൂപയാണ് ഈ ഒരു ലൈറ്റിന്. പിന്നെ ഇതിൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്ന സ്റ്റാൻഡിങ് ട്രൈപോഡ് ഉണ്ട്, അതും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് മാത്രം പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക്. ട്രൈപോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ട്രൈപോഡിന് ഏകദേശം 400 രൂപ തന്നെ ഉണ്ട്. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം 12 ഇഞ്ച് റിംഗ് ഫിൽ ലൈറ്റാണ്. അപ്പോൾ LED ആണ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ചൈനേൻ്റെ സാധനമാണ്. അപ്പോൾ ചൈനീസ് സാധനമാകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒന്ന് നോക്കിയും കണ്ടൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കണ്ടില്ലേ, അത് കിട്ടും.
അല്ലെങ്കിൽ ആ ഒരു സംഭവം കിട്ടും. പിന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ട്രൈപോഡിൻ്റെ മുകളിലുള്ള ചെറിയ ഈ ഒരു ഫിറ്റിങ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഷോപ്പിൽ നിന്ന് വാങ്ങും പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഈ ഒരു സാധനം ആ ഒരു ഫോണിൽ കൊടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് കുടുക്കി നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമുക്ക് ആ ഒരു സാധനം മാറ്റാൻ കഴിയും. അപ്പോൾ ആ ഒരു ഷേപ്പൊക്കെ വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് വെക്കാൻ. കാരണം ഇവിടെ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സാധനം പിന്നെ ഫോണൊന്നും അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പില്ലാത്ത കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു റിംഗ് ലൈറ്റ് നമ്മളെ സാധാരണ റീൽസോളികളെ കൈമേലുള്ള റിംഗ് ലൈറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു വയറുണ്ടാവും. വയറെന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ USB-ൻ്റെ ആ ഒരു പോർട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും ഒരു ചാർജർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ചാർജറിൽ കുത്തിയിട്ട് എന്നിട്ട് നമ്മൾ പവറിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പാനൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഓണും ഓഫും നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്താൽ ഓൺ ആവും നമ്മുടെ ലൈറ്റ്. ഇത് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് മൈനസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അടുത്ത് ഉള്ള ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ 3 ലൈറ്റ് അവൈലബിൾ ആണ്. ഒന്ന് ന്യൂട്രൽ വൈറ്റും വാമും പിന്നെ ഏതോ ഒരു കളറുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ലൈറ്റിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റിയ സംഭവമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ ഇതിൽ വരുന്നത്. ഇത് നമ്മളെ ട്രൈപോഡിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ട്രൈപോഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മളെ ട്രൈപോഡിൻ്റെതാ ഇവിടെ ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി നമ്മളെ ഈ ഒരു വേറൊരു സാധനം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈലിനെ ഹോൾഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോവാണേ. നമുക്കിത് ആ ഒരു സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സംഭവം. ഇത് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ബെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപോഡിൻ്റെ ഈ ഒരു ക്ലിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാൻ മുഹൂർത്തം അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും, ഏത് ഷേപ്പിലേക്കും വെച്ചിട്ട് ഇവിടെ നമ്മളിതാ ഈ ഒരു സംഭവം അവിടെ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഇവിടെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഇവിടെ കണക്റ്റ് ആവുക. അപ്പോൾ ഇതിവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇത് കുറച്ച് ബെൻഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിന് എൻ്റെ ഫോണിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. എൻ്റെ 6000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വെയിറ്റ് കുറച്ച് അധികം ആയതുകൊണ്ട് ഈ ഒരു സംഭവം ആടി പോകുന്നുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത് താങ്ങുന്ന ഒരു ചെറിയ സീനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു അൺബോക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇനി നമുക്ക് കുറച്ചുകൂടി റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വലിയ രീതിയിൽ തന്നെ ഹാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങൾക്കൊക്കെ ഉറപ്പ് കുറച്ച് കുറവാണ്. അത് ഞാൻ വാങ്ങുമ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന്. അതുപോലെ തന്നെ പിന്നെന്ന് പറഞ്ഞാൽ ലൈറ്റ് അത്രയും അടുത്ത് വെക്കണം. നിങ്ങൾക്ക് ആ കാര്യം അറിയാൻ തോന്നും. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയോ അല്ലെങ്കിൽ ഫോൺ കുറച്ച് വിട്ടിട്ടായിരിക്കും വെക്കുക. റീൽസിലാണ് നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും. നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ കണ്ടോ, ഇതിപ്പോൾ കുറച്ച് അടുത്ത് പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ റിവ്യൂവും കാര്യങ്ങളും അടുപ്പിച്ചാണ് പറയുക. ഇതിലിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമൊന്നും കാണിക്കാനില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ ഒരു ലൈറ്റ് യൂസ് ചെയ്യാം. കാരണം അത്രയും കുറച്ച് അടുത്തിട്ടാണ്. നേരത്തെ ഞാൻ കുറച്ച് വൈഡായിട്ട് എൻ്റെ കുറച്ചുകൂടി സ്പേസ് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കാണിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ലൈറ്റ് യൂസ്ഫുൾ അല്ല. 100% പക്കായിട്ട് യൂട്യൂബിന് അടുപ്പിച്ച് വെച്ച് ക്ലോസർ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ ആണ് അത്. അപ്പോൾ റീൽസിന് നല്ല പക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സംഭവമുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളുമാണ്. ഞാനതങ്ങനെ യൂസ് ചെയ്യല്ല. ഞാൻ യൂട്യൂബിന് വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷേ അതെനിക്ക് വലിയൊരു യൂസ്ഫുൾ അല്ല. അപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടി പറ്റും. ഞാനാണെങ്കിൽ അത് ഉപയോഗിച്ച് റീൽസ് എടുക്കാറുമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനിയും ഇതുപോലെ പല വീഡിയോസിലായിട്ട് കാണാം. അപ്പോൾ ഞാൻ അജയ് സിദ്ധാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ വേഗം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കുറേ വീഡിയോസൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടുള്ള മിസ്റ്റേക്കാണ്. ബൈ. കരള് വെന്ത് വെണ്ണീറാവൂട്ടോ ഇവരുടെ റൂട്ടിൽ പോയാൽ.